ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യക്കെതിരെ പ്രകോപനപരവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം പാകിസ്ഥാൻ സ്വയം നന്നാകാൻ നോക്കണമെന്ന് ഇന്ത്യ പരിഹസിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൌൺസിൽ യോഗത്തിലാണ് ഇന്ത്യൻ പ്രതിനിധിയുടെ വിമർശനം. UN പൊതുസഭയുടെ രണ്ടാം ദിനം ഉടൻ തുടങ്ങുമെന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, പൊതുസഭയുടെ രണ്ടാം ദിനം അല്ലെങ്കിൽ അവിടെ അതിന്റെ സമ്മേളനത്തിന് രണ്ടാം ദിനം ആരംഭിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യ നടത്തിയ വിമർശനമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ പ്രതിനിധിയുടെ വിമർശനം? ഒപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന സെഷൻസ് എന്തൊക്കെയാണ്? പ്രജിൻ, ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ന് ഇന്ത്യയുടെ പ്രതിനിധി, അതായത് ക്ഷിതിജ് ത്യാഗി നടത്തിയ പ്രതികരണമല്ല, ഒരുപക്ഷെ വലിയ രൂക്ഷമായ വിമർശനം എന്ന് വേണം പറയാൻ. സാധാരണഗതിയിൽ സഭയിൽ അത്തരം വിമർശനങ്ങൾ ഉണ്ടാകാറില്ല UN പൊതുസഭ. അത് മാത്രമല്ല മനുഷ്യാവകാശ സമ്മേളന സഭ കൂടിയാണ് നടക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയാതെ നിർവാഹമില്ല എന്ന രൂപത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് ഒരുപക്ഷെ ഭീകരവാദത്തിന്റെ മുളകൾ ഉണ്ടാകുന്നത് എന്ന രൂപത്തിലായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. അതിന് മറുപടി എന്നോണം ഇന്ത്യയുടെ പ്രതിനിധി ക്ഷിതിജ് ത്യാഗി പറഞ്ഞത്, പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് മുകളിൽ ബോംബിടുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഖൈബർ പഖ്തൂങ്കയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ ബോംബിടുന്നത് അവസാനിപ്പിക്കുക, അതിനുശേഷം ഭീകരവാദ പ്രവർത്തനത്തിന് വളം ഒരുക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കുക. അങ്ങനെ സ്വന്തം രാജ്യത്തെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയുടെ ഭൂമിയിൽ കടന്നു കയറി ഇന്ത്യയുടെ ഭൂമിയിൽ കടന്നു കയറി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വിട്ടുനിൽക്കി തിരിച്ചു പോവുക, പകരം അതിനുശേഷം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന രൂപത്തിലുള്ള വിമർശനമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകൾ, സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ ബോംബിടുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന അതിരൂക്ഷ വിമർശനമാണ് ഇന്ത്യയുടെ പ്രതിനിധി UN പൊതുസഭയിൽ നടത്തിയത്. രണ്ടാമത്തേത് ഇന്ന് നടക്കാനിരിക്കുന്നത്, ഇനി പ്രധാനപ്പെട്ട ലോകരാജ്യത്തെ നേതാക്കന്മാരൊക്കെ ഇന്ന് രണ്ടാം ദിവസം ഇന്ന് സഭയെ അഭിസംബോധന സംസാരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയാണ്. ഒരുപക്ഷെ അദ്ദേഹം യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചേക്കാം. ശരി ശ്രീജിത്ത്, അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ പൊതുസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.